ഹായ് ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ഇവിടത്തെ ഞാനും ബാവച്ചിയും എല്ലാവരും സുഖമാണ് അല്ലേ? സുഖമാണ് ബാവച്ചിക്ക്? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണ ബാബുജി? ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ലെമൺ റൈസ്. ഇതിന് കുറച്ച് ചേരുവകൾ മാത്രം മതി. ആദ്യം തന്നെ ഞാൻ എന്തൊക്കെയാണ് ലെമൺ റൈസിന് വേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം നമുക്ക് അറിയത്തുള്ളൂ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, അല്ലേ? ഇഷ്ടമാണെന്ന് അറിയണ്ട, നമുക്ക് അറിയണം. പിന്നെ ഈ ലെമൺ റൈസ് എനിക്ക് ആരാ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കോളേജിൽ പറഞ്ഞോട്ടെ ഈ മമ്മനെ പണ്ട് ഞാൻ കോളേജിൽ പോട്ടെ, പണ്ട് ഞാൻ ജോലി ചെയ്യണ സ്ഥലത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്നോണ്ടിരുന്ന. അപ്പൊ എനിക്ക് ഫുഡിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ നിന്നാണ് ഞാൻ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫുഡ് എനിക്ക് കിട്ടിയായിരുന്നു, ലെമൺ റൈസ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവരുടെ ഫുഡ്. അത് എൻ്റെ ഫ്രണ്ടിന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പൊ അവള് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ അമ്മേനോട് അവള് ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന്. അങ്ങനെ പഠിച്ചതാണ് ഞാൻ ഈ ലെമൺ റൈസ്. വാവച്ചി ഇതുവരെ ലെമൺ റൈസ് കഴിച്ചിട്ടുണ്ടോ? ഇതുവരെ വാവച്ചി കഴിച്ചിട്ടില്ല. വാവച്ചിക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു നിങ്ങൾക്കും ഇത് ഞാൻ ഷെയർ ചെയ്യാന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണം നോക്കാം അല്ലേ? അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉഴുന്ന് വേണം, ഇത് കുറച്ച് 1/4 ടീസ്പൂണാണ്. പച്ചമുളക്, വത്തൽമുളക്, സവാള വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് വേണ്ട, ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി, കറി ലീഫ്, കടുക്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് വന്നിട്ട് നമ്മുടെ നാരങ്ങ നീരാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പ് വേണം, പിന്നെ എണ്ണ വേണം അല്ലേ? പിന്നെ വേറൊരു കാര്യം, ഈ കാണിച്ചതല്ലാതെ നമുക്ക് എന്തൊക്കെയാ ചേർക്കാന്ന് വെച്ചാൽ, കടല ചേർക്കാം, പീനട്സ് ചേർക്കാം, പിന്നെ കാഷ്യൂ നട്ട്സ് ചേർക്കാം, പിന്നെ കടലപ്പരിപ്പ് ചേർക്കാം. ഈ 3ഉം നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ചേർക്കാത്തത് നമ്മുടെ വാവച്ചിക്കുട്ടിക്കൊന്നും ഇഷ്ടമല്ല. ഓക്കെ, അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാത്തത്. ലെമൺ റൈസ് ഉണ്ടാക്കുമ്പം കടല നല്ല ടേസ്റ്റ് ആയിരിക്കും, കാഷ്യൂ നട്ട്സും ടേസ്റ്റ് ആയിരിക്കും, കടലപ്പരിപ്പും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഉഴുന്നൊക്കെ എടുത്തില്ലേ, ആ ഉഴുന്നൊക്കെ ഇടുന്ന സമയത്ത് തന്നെ അത് ഇട്ടിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം ഇതിലിടുന്നില്ല കേട്ടോ. സോ അങ്ങനെ അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോഴത്തേക്കും നമ്മളിതാ എണ്ണ ഒഴിക്കുവാണ്. ഞാൻ ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അവർ മോസ്റ്റ്ലി ഒഴിക്കുന്നത് മറ്റേ നല്ലെണ്ണയില്ലേ, അതാണ് ഒഴിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. സോ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകെടുത്തിടാം. കടുകിടാൻ പോവാണ്. 1/4 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഉഴുന്നൊക്കെ എടുത്തിടാൻ. അപ്പോൾ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമ്മളിതാ ഉഴുന്ന് എടുത്തിടുവാണ്. ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്താണ് മറ്റേ പീനട്ട്സും കാഷ്യൂ നട്ട്സും കടലപ്പരിപ്പും ഇടേണ്ടത്. ഇടുന്നവർ ഈ സമയത്ത് ഇടണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിനൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫ്ലെയിം വന്നിട്ട് ലോ ആയിരിക്കണം കേട്ടോ, എന്നാലേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതിന് ശേഷം ഇതേ കറി ലീഫ് എടുത്തിടണം. ടൈമറ്റ് വെച്ച് പച്ചമുളക്, വത്തൽമുളകൊക്കെ ഈ സമയത്ത് ഇടേണ്ടത്. ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വയ്ക്കണം, മറക്കല് കരിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ജിഞ്ചർ ആഡ് ചെയ്യണം. ജിഞ്ചർ ആഡ് ചെയ്തതിന് ശേഷം സവാളയും കൂടെ ആഡ് ചെയ്യാം. ഇത് സവാള വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജിഞ്ചറും സവാള ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയും ജിഞ്ചറും ഒക്കെ ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയം നമ്മളിതാ സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കായപ്പൊടിയും
മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇത് നമ്മൾ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത് കായപ്പൊടി. എന്തിനാ ഇത് ഓഫ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്തതിന് ശേഷമാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെമൺ ജ്യൂസിന് ഒരു കയ്പ്പ് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇപ്പോൾ ഓഫ് ചെയ്യുന്നത്. ചെറിയ ചൂട് മതി നമുക്ക് ജ്യൂസ് ആഡ് ചെയ്യാൻ നേരത്തെ. സോ നമ്മളിത് ഇപ്പോൾ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടാൻ പോവാണ്. അത് ചേർക്കണോ? ഇടും. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നു. ഇപ്പം നിങ്ങൾക്ക് ലെമൺ റൈസിന് കളർ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുവാണ്. മറക്കല്ല്, നമ്മൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് കഴിക്കും. അതുകൊണ്ട് നമ്മളത് ഓഫ് ചെയ്യും. എന്നിട്ട് വേണം നമ്മളൊന്ന് ഇതൊന്ന് ഇളക്കാൻ. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും കായപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ലെമൺ ജ്യൂസ് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു. ഗ്യാസ് ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് കുറച്ച് കയ്പ്പ് വരും. അങ്ങനെ നമ്മളിത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് എത്രയാണെന്ന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ നമ്മളെന്താണ് ചോറ് ഏതാഡ് ചെയ്യുന്നത്? അതെ, ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ വേവിച്ച് ഓൾറെഡി വച്ച റൈസാണ്. ഇതിൽ ഞാൻ ബസുമതി റൈസാട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ശരിക്കും കുഴയാൻ പാടില്ല, കണ്ടോ, ഇങ്ങനെ കുഴയാണ്ടിരിക്കണം. അല്ലെങ്കിൽ ലെമൺ റൈസിലോട്ട് നമ്മൾ ആ ജ്യൂസിലോട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുഴഞ്ഞു പോവും. സോ ഇത്രയും വേവാണ് അരിക്ക് പാടുള്ളൂ. ഞാനിത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. ചെറുതായിട്ട് ഞാൻ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് മിക്സ് ആക്കുമ്പം. ഇപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. വാവച്ചിക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്. എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അല്ലേ വാച്ചി? എങ്ങനെയുണ്ട് ഉപ്പൊക്കെ? എങ്ങനെയുണ്ടാ? ഉപ്പ് കറക്റ്റാണോ? ലെമൺ ജ്യൂസ് അറിയുന്നുണ്ടോ? അതിൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ടോ? ലെമണിൻ്റെ ഒക്കെ ടേസ്റ്റ് സീരിയസ് ആയിട്ടോ? അറിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈസി ലെമൺ റൈസ്. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ ജ്യൂസ് അല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ പുളി വേണമെങ്കിൽ 2.25 വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ബസുമതി റൈസ് എടുത്തത് 2 ഗ്ലാസ് ബസുമതി റൈസ് എടുത്തത്. സോ അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ നാരങ്ങ നീര് യൂസ് ചെയ്താക്കണേ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ബസുമതി റൈസ് അല്ലാണ്ട് പൊന്നി അരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതാണെങ്കിൽ നല്ല, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പറഞ്ഞേ നോക്കട്ടെ എന്തൊക്കെ പറയുന്നേ. സബ്സ്ക്രൈബ് ചെയ്യണമെന്നാ? സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാം ചെയ്യണം. ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പൊ വാവച്ചി കഴിക്കാൻ പോവാണോ? ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, വാവച്ചി കഴിക്കുന്നുണ്ടോ ലെമൺ റൈസ്? ഇന്ന് ആദ്യമായിട്ടാണ് വാവച്ചി കഴിക്കാൻ പോകുന്നത് ലെമൺ റൈസ് അല്ലേ? ഓക്കെ, ഞാൻ കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. വാവച്ചി ആദ്യമായിട്ട് വാവച്ചി കഴിക്കാൻ പോകുന്നത് ലെമൺ റൈസ്. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറയാൻ പോകുന്നത്, ലെമൺ റൈസ് കഴിക്കാൻ നേരത്തെ നമുക്ക് സൈഡ് ഡിഷ് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, ഞാൻ തമിഴ്നാട്ടിൽ വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ലെമൺ റൈസിൻ്റെ കൂടെ മറ്റേ ചെറിയ ചെറിയ കളർ പപ്പടം ഇല്ലേ, അത് വയ്ക്കും. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ഇല്ലേ, അതായത് അവർ പറയുന്ന ഉരുളക്കിഴങ്ങ് പൊരിയിൽ വയ്ക്കും. പിന്നെ എന്തെങ്കിലും ഒരു ചിക്കൻ ഗ്രേവി അവർ വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവി വരെ വയ്ക്കും. മോസ്റ്റ്ലി ഗ്രേവി ഇല്ലാണ്ട് ഇതായിരിക്കും അവർ കഴിക്കുക. പൊട്ടറ്റോ ഫ്രൈയും കളർ പപ്പടം ഇതാണ് മോസ്റ്റ്ലി കഴിക്കുക. നമ്മളെന്താ ഗ്രേവി കഴിക്കുന്നേ? നമുക്ക് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി കൂട്ടി നമ്മൾ ലെമൺ റൈസ് കഴിക്കും. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞത്, എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.